ഹലോ ഗായ്സ്, അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സൺഡേ ഇട്ടൊന്ന് പുറത്തു പോകാൻ വിചാരിച്ചു. ഇനി എൻ്റെ വീടിൻ്റെ അടുത്തായ അണിങ്ങമല ഇക്കോ ടൂറിസമാണ് പോയത്. ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. കറക്റ്റ് ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം കോതകുറിശി കിരൂര് പറയുന്ന സ്ഥലത്താണ് അണിങ്ങമല ഉള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ മലയുടെ മീതേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് മലയുടെ മേലെ കയറുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. കുറേ സ്റ്റെപ്പ് പടി ഉണ്ട് കേട്ടോ മലയുടെ മീതേക്ക് കയറാൻ. ആ അറ്റം വരെ സ്റ്റെപ്പ് പടി. അപ്പം ഞാനങ്ങനെ കയറിപ്പോവാണ് മലയുടെ മീതേക്ക് ഇങ്ങനെ. അപ്പോൾ അവിടുന്ന് കുറച്ച് മീതെത്തുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പച്ച വിരിച്ച മലകൾ. പിന്നെ കുറേ സൂപ്പർ ഹിറ്റ് മൂവീസിലുണ്ട് ഈ അണിങ്ങമല. കുറേ നല്ല മലയാള പടങ്ങളിലൊക്കെ ഉണ്ട് ഈ അണിങ്ങമല. പിന്നെ ഈ അണിങ്ങമലയ്ക്കൊരു ചരിത്രമുണ്ട്. പണ്ട് ഹനുമാൻ ശ്രീരാമൻ്റെ അനിയനായ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മൃതസഞ്ജീവനി പറിക്കാൻ വേണ്ടി വരികയും അത് കിട്ടാതെ പോയപ്പോൾ ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അണിങ്ങമല എന്ന പേര് വന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലിക്കും കപ്പിൾസിനും ഫ്രണ്ട്സായിട്ടും കുട്ടികളായിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലകൾ മാത്രം കാണാവുന്നതാണ്. മഴക്കാലത്താണ് ഇതിന് കൂടുതൽ ഭംഗി കാണാൻ. പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ആസ്വദിക്കുക. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ആ മഷ്റൂം പോലത്തെ കാണില്ലേ, അതുവരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ കയറണമെങ്കിൽ ട്രക്കിങ് പോലുള്ള അതിന് ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മലയുടെ മീതേക്ക് കയറുകയാണ്. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഗായ്സ്, എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ പറയുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് അണിങ്ങമലയത്തെ വ്യൂ കാണുന്നത്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. കുറേ പേരുണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ ഇട്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ. പിന്നെ മഴക്കാലത്ത് കാണാനാണ് കൂടുതൽ ഭംഗി. അപ്പോഴാണ് ശരിക്കും അണിങ്ങമലയുടെ ഭംഗി അറിയൂ. ഞങ്ങളന്ന് പോയത് സൺഡേ ആയിരുന്നു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നത് കാണാം. ഗായ്സ്, ഇതുവരെ കേട്ടോ കയറാൻ പറ്റുള്ളൂ. പിന്നെ ട്രക്കിങ്ങിന് പോണവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോവാം, അല്ലാത്തവർക്ക് കയറാൻ പറ്റില്ല. ഞാൻ ഇതിന് മുമ്പേയും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് 2-3 വട്ടം. പിന്നെ കുറേ വർഷമായിട്ട് ഇവിടേക്ക് അങ്ങനെ വരവില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ മല ഇറങ്ങി. ഇനി രണ്ടാമത്തെ മലയ്ക്ക് കയറുകയാണ്. 2 സൈഡും മലയാണ്. അപ്പോൾ ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. 4 പുറം പച്ചപ്പൊക്കെ ഇട്ട് ആ കാറ് കിടക്കണ കണ്ടില്ലേ, അതാണ് കേട്ടോ റോഡ്, മെയിൻ റോഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കണം. ഈ സ്റ്റെപ്പ് പോണത് നേരെ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. മഴക്കാലത്താണെങ്കിൽ
വന്ന് കാണേണ്ടതാണ്. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ മഴക്കാലത്ത്. എന്താ ഈ ചെറിയ പാറയുടെ ഇടയ്ക്ക് കൂടെ ഒരു അരുവി പോലെയാണ് വെള്ളം ഒഴുകി പോവുക മഴക്കാലത്ത്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അനങ്ങമല കാണാൻ. ഫുൾ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. എവിടെ നോക്കിയാലും പച്ചപ്പ്, മഴക്കാറ് മൂടി നിൽക്കുന്നത് കാണാം. പിന്നെ ഞങ്ങൾ പോയത് അനങ്ങമലയുടെ അടുത്ത സ്ഥലമായ കിഴൂർ അക്വഡക്റ്റ് ബ്രിഡ്ജിലേക്കാണ്. കുറേ മലയാളം പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാൻ, ഈ പുഴയും കടന്ന്, തമിഴ് പടത്തിലും ഉണ്ട് ഈ സ്ഥലങ്ങൾ. ഈ പാലത്തിന് താഴെ നിറയെ കൃഷികളും കാര്യങ്ങളുമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെയും വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.